1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. എന്ത് സിസ്റ്റമാണ് ഇവിടുത്തേതെന്ന് ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മരണത്തിൽ ഹൈക്കോടതി. എന്ത് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കൊലപാതകമല്ലെന്ന് എങ്ങനെ പറയുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് കോടതിയുടെ ചോദ്യം. അന്വേഷണ ഉദ്യോഗസ്ഥനായ നെടുമ്പാശ്ശേരി SHO കോടതിയിൽ നേരിട്ട് ഹാജരായി. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ വാർത്ത വന്നപ്പോഴൊക്കെ തന്നെ നമ്മൾ മലയാളി എന്ന നിലയിൽ സംസ്ഥാനത്ത് നിന്നുള്ളവർക്കൊക്കെ തന്നെ വല്ലാത്ത ലജ്ജയുണ്ടാക്കുന്ന തരത്തിലാണ് ഈ വാർത്ത. ഇത് പുരോഗമിച്ചു പോയതെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായിരുന്നു. SHO ഹാജരായിരിക്കുന്നു. അപ്പോൾ SHO ഹാജരായപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായി കോടതിയുടെ ഭാഗത്തു നിന്ന് പറയും. സ്മിത, സൂരജ് ലാമ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിമർശനങ്ങൾ തുടരുകയാണ്. അതായത് ഇതെന്ത് സിസ്റ്റം എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഹൈക്കോടതി. ഇന്നതിനിടയാക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഹൈക്കോടതി ഇന്ന് ചൊടിപ്പിച്ചത്. ഇത്രയും നാളായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ലാമ എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തിന് ഇനിയും ഒരു ഉത്തരമായിട്ടില്ല. അതൊരു കൊലപാതകമായി കൂടെ, അത് എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. പക്ഷേ അത് നൽകാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഈ കേസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ ഈ ലാമയുടെ മരണം വരെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞതാണ് കോടതി. പക്ഷേ അതൊന്നും നിങ്ങൾ കേട്ട ഭാവം നടിക്കുന്നില്ല. അതിലാണ് കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേസ് അല്പസമയത്തിനകം തന്നെ വീണ്ടും പരിഗണിക്കും. നെടുമ്പാശ്ശേരി SHO ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ആ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗുരുതര വീഴ്ച നെടുമ്പാശ്ശേരി പോലീസ് ഉണ്ടായി എന്നുള്ളതാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. അന്ന് മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടെടുത്ത നടപടികളൊക്കെ കോടതിയിൽ രേഖയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീണ്ടും ഈ കേസ് പരിഗണിക്കും. മറ്റു കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം എന്ത് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ചോദ്യം കോടതി മുന്നോട്ട് വെക്കുന്നു. ഒരന്വേഷണവും നടക്കുന്നില്ല എന്നാണ് കോടതിയുടെ ബോധ്യമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയായിരുന്നു ഇന്ന്. സ്മിത, ഈ കേസിൽ അതിരൂക്ഷ വിമർശനം ഇതിനു മുൻപും കോടതി ഇതിനു മുൻപും ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഇപ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. എന്ത് നടപടിയെടുത്തു, എന്ത് അന്വേഷണം നടത്തി, ഇത്തരത്തിലുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ ഇന്നും ഉന്നയിക്കുകയാണ് കോടതി. അല്പസമയത്തിനകം ഈ കേസ് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.